Hi dears, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ പച്ചമാങ്ങയിൽ നമ്മൾ വറ്റൽമുളകും ചേർത്തിട്ടാണ് ഈ ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മിയിൽ അരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതുപോലെ നമ്മൾ കുറച്ച് ചെറിയുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 എണ്ണം. അപ്പോൾ ചെറിയുള്ളി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ചെറിയുള്ളി ഒന്ന് അരച്ച് ചേർക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മാങ്ങയൊക്കെ ഒന്ന് ചതക്കി റെഡിയാക്കി ഒന്ന് അരച്ച പരുവത്തിലാക്കി വെക്കണം. അപ്പം നമ്മളിത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളക് നമ്മൾ ചേർക്കേണ്ടത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ചേർക്കുകയാണെങ്കിൽ വറ്റൽമുളക് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നിങ്ങനെ ചതങ്ങി കളിക്കും കേട്ടോ. അപ്പോൾ കല്ലുപ്പും കൂടെ വരുമ്പം പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി നമ്മളിത് നന്നായിട്ട് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഏകദേശം ഒന്ന് മിക്സായി വന്നപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ പച്ചമാങ്ങ നന്നായിട്ട് അരഞ്ഞു വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, നമുക്ക് ആ ഒരു ഇതിൻ്റെ പരുവത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ടോ, ഇനി ഇതിന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിനി എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി കൂടെ ഇതിലേക്കൊന്ന് ചതക്കി ചേർക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളി ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത്, അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിന് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ കല്ലുപ്പ് കൂട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അമ്മീൻ്റെ മുകളിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്ക് വേറെ പാത്രത്തിലൊക്കെ ആക്കാം. അപ്പോൾ ഈ അമ്മീൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനും ദോശേൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.